നിങ്ങള് ഒരു ഇരയാകാനുള്ള സാധ്യത ഈ പുതിയ മോഡേൺ വേൾഡിൽ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെങ്കിലുമൊക്കെ ഇരയായി പോകും. അത് പല ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു, അയാള് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം എടുത്തു തരുന്നു. അപ്പൊ അവര് ചിലപ്പോൾ ഇച്ചിരി ഉപ്പിടാം, അല്ലെങ്കിൽ തേൻ ഒഴിക്കാം, തരുന്നു. നിങ്ങൾ കുടിക്കുന്നു, അതിനകത്തൊരു ദോഷവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ചെല്ലുന്നു. അവിടെ പക്ഷെ ഇങ്ങനെയല്ല തരുന്നത്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. കാരണം നാളെയും നിങ്ങൾ അവിടെ ചെല്ലണം, അതിനകത്തൊരു ബിസിനസ് പർപ്പസ് ഉണ്ട്. വീട്ടിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതാ കുടിച്ചോണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് ആൾ ജീവിക്കാൻ ശ്രമിക്കത്തുള്ളൂ. അവിടെ ഒരു ബിസിനസ് ഇല്ല. നിങ്ങൾ നാളെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങൾ തന്നതാണ്. പക്ഷെ റെസ്റ്റോറന്റ് അതല്ല, അവിടെ കച്ചവടമാണ്. അപ്പൊ കച്ചവടം വരുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും വേണം. അതുകൊണ്ടാണ് ഫ്ലേവർ കയറ്റി തരുന്നത്. അത് പലതും ആഡ് ചെയ്യാനകത്ത്. അപ്പം പണം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അപ്പം ഇത് കയ്യിലേക്ക് വരാൻ വേണ്ടി ഏത് വിദ്യയെ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാര്യം ഇതുള്ളവനാണ്, അതാണ് ഊർജ്ജം, എനർജി. അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് പണം. പണത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം മറ്റ് മൃഗങ്ങൾക്ക് ഇങ്ങനൊരു സംവിധാനം ഇല്ല. അപ്പൊ മനുഷ്യന്റെ ബോധം ഡെവലപ്പ് ചെയ്യപ്പോഴാണ് അവന് കണ്ടുപിടിച്ചത്. ആദ്യകാലത്തില്ലായിരുന്നു, നമുക്കെല്ലാം അറിയാം. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 or 3 ഡോക്ടേഴ്സിനോടെങ്കിലും നമ്മൾ കൺസൾട്ട് ചെയ്യണം. ഒരേ കാര്യം തന്നെ. സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എടുത്തിരിക്കണം. ഏത് കാര്യത്തിനും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ പറ്റിക്കപ്പെടാം. നമ്മളാണ് റെസ്പോൺസിബിൾ, വേറെ ആരുമില്ല റെസ്പോൺസിബിൾ. കാര്യം അങ്ങനെ ഒരു ലോകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആരുടെയും തെറ്റല്ല. അങ്ങനെയാണ് കണ്ടെത്തിയത്. ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്തും ചെയ്യും. അപ്പൊ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മൾ നിരീക്ഷിക്കുക, എല്ലാം ചെയ്യുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. US ഒരു ഡോക്ടർ അയാള് ക്യാൻസർ അല്ലാത്ത പേഷ്യൻസിന് ചികിത്സ കൊടുത്തു. പിന്നെ അതിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തവർക്കൊക്കെയാണ് മനസ്സിലായത്. അങ്ങനെ അയാളെ പിടിക്കപ്പെട്ടു. അപ്പൊ അത്രയും പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി. ആവശ്യമില്ലാതെ കീമോതെറാപ്പി ഒക്കെ ചെയ്തുവാണ്. ഇപ്പൊ ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഇരയാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പാക്ക്ഡ് ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാം ഫാക്ടറിയിൽ നിന്ന് വരിക. ഇതിനകത്തെല്ലാം പല ആഡഡ് ഫ്ലേവേഴ്സും കളേഴ്സും എല്ലാം ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോറും ഒരു ഇരയും കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാം. എങ്ങനെ ഇരയാകാതിരിക്കാം, എങ്ങനെ നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഈ ലോകം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ മാത്രമേ ഉള്ളൂ അവന്റെ ആഹാരത്തിൽ വിഷം ചേർക്കുന്നുള്ളൂ നമ്മൾ പറയുന്നത്. മൃഗങ്ങൾ അങ്ങനെ ചേർക്കുന്നില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഇതിന്റെ കാര്യം പണമാണ്. അപ്പം പണം നല്ലതാണ്. അത് ഡെവലപ്പായി വന്നു. ഇന്ന് നമ്മൾ ആ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്കത് മാറ്റാൻ പറ്റില്ല. ഇനി ഓൾറെഡി കണ്ടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ആ സിസ്റ്റത്തെ മാറ്റാൻ ഇനി പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, ഓരോ സ്റ്റെപ്പും. അപ്പം ഈ ലോകത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാകത്തില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നമ്മുടെ ലൈഫിന്റെ. എന്നിട്ട് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇരയാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും. എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, നമ്മള് എവിടെയെങ്കിലും ചെന്ന് ഒരിരയായി പോയി ആ ദുരിതം പേറി ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുണ്ട്.